മരണം സംഭവിക്കാം, ഗുരുതരമായി പരിക്കേൽക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഈ പ്രസ് ക്ലബിൻ്റെ ഏകദേശം ചുറ്റളവ് നോക്കി കഴിഞ്ഞാൽ അതായത് ഒരു 360 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള മരങ്ങളെല്ലാം തന്നെ ജീവന് അപകട ഭീഷണിയായും മരണത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന മരങ്ങൾ ഇങ്ങനെ നിൽക്കുക. അതായത് കാലിൻ്റെ രൂപത്തിൽ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ മരം കടപുഴകി വീണ സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുന്നിലാണ്. എൻ്റെ തൊട്ട് പിറകെയാണ് ഭരണസിരാ കേന്ദ്രം നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ഒരു വലിയൊരു മരം കടപുഴകി വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ആയതിനാൽ, അതായത് ഒരു 8:30-8:45 കൂടി ആയതിനാൽ വലിയ രീതിയിൽ ഒരു തിരക്ക് ഇന്ന് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാകുമായിരുന്നു. വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർ എത്തുന്ന ഒരു വഴി കൂടിയാണിത്. അങ്ങനെ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണ് ഈ സംഭവം? രാവിലെ ഏകദേശം 9 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശരിക്കും ഈ പ്രസ് ക്ലബിന് ഓപ്പോസിറ്റായി നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായി നിൽക്കുന്ന മരങ്ങളിൽ അധികവും അപകടാവസ്ഥയിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതുപോലെ മറ്റൊരു വലിയ മരം വീണ് അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും DGP ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി അവരെത്തുന്നതിന് കുറച്ച് മുമ്പ് ഈ മരത്തിലൊരു വലിയ കൊമ്പ് ഒടിഞ്ഞുവിടെ വീണു. അപ്പോൾ ഇത് അപകടാവസ്ഥയിലാണ് എന്നുള്ള കാര്യം നേരത്തെ മരം വീണപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇതിൻ്റെ ഒന്നും വേരുകൾ ദൃഢമല്ല, അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാറ്റോ മഴയോ വന്നാൽ വീഴാനുള്ളൊരു സാധ്യതയാണ്. നല്ല ട്രാഫിക്കുള്ള വാഹനങ്ങൾ ശരിക്കും പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ട് നിന്ന ഒരാൾ അതിൻ്റെ അടിയിൽ പെട്ടു. അദ്ദേഹം ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഈ മരം മെല്ലെയാണ് വന്ന് വീണത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കുണ്ടോ? പരിക്കേറ്റിട്ടുണ്ട്. ചെറിയ പരിക്ക് അദ്ദേഹത്തിനുണ്ട്. നിരവധി 3-4 വാഹനങ്ങൾക്ക് പറ്റി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ നല്ല ആൾക്കൂട്ടം, സെക്രട്ടേറിയറ്റിലേക്ക് ആളുകൾ എത്തുന്ന സമയം, ഞാനീ പറഞ്ഞ പോലെ എപ്പോഴും ആളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് അപകടകരമായി നിൽക്കുന്ന സംഗതികൾ, നമ്മൾ മരങ്ങളെ സംരക്ഷിക്കണം, തണൽ വേണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അപകടകരമായ മരങ്ങളെ നിർത്തുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പുതിയതായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഇനി അതിനെ വളർത്തിക്കൊണ്ടുവരിക, ഇതെല്ലാം വേര് നഷ്ടപ്പെട്ട് നിൽക്കുന്ന മരങ്ങളാണ് അധികവും. അപ്പോൾ അത് അടിയന്തരമായി അധികാരികൾ അതിനകത്തുള്ള ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് അത് കാരണമാവും. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്കൊരു ഒരാളിന് ഒരു നിസ്സാരമായ പരിക്ക് മാത്രമേ സംഭവിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളാണ് ഇതിനകത്തുള്ളത് അധികവും എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് സർക്കാരിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയിരുന്നില്ല ഇങ്ങനെ ഒരു അപകടം ഇവിടെ പതുങ്ങിയിരിക്കും? അല്ല, ഇത് നേരത്തെ ഇവിടെ ഒരു വലിയ മരം വീണ് മണിക്കൂറുകളോളം ഇതുപോലെ ഗതാഗതം തടസ്സപ്പെട്ടു. നമ്മുടെ പ്രസ് ക്ലബിൻ്റെ കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഇത് നാശനഷ്ടങ്ങളുണ്ടായി. അന്നും ഇത് പറഞ്ഞതാണ്. അന്ന് വന്നു, പിന്നെ കുറേ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ചില്ലകൾ മുറിച്ച് മാറ്റി. അത്രമാത്രമാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ചില്ലകൾ മുറിച്ചതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. കാരണം ഇത് ബേസ് ഇല്ലാതെ നിൽക്കുന്ന മരങ്ങളാണ് അധികവും. അപ്പോൾ വലിയ കാലപ്പഴക്കമുള്ള മരങ്ങളുമാണ്. അത് മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കരണീയമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേഡിയമാണ്, തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റാണ്, പ്രസ് ക്ലബ്ബാണ്, നിരന്തരമായ ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ആ നിയമത്തിൻ്റെ നൂലാമാലകളിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു വകുപ്പ് വേറൊരു വകുപ്പിനോട് പറയുമ്പോൾ അവർ പറയും അയ്യോ ഇത് മുറിക്കാൻ പാടില്ല, തണൽ വൃക്ഷങ്ങളാണ്. ഇങ്ങനെ ഒരു സാങ്കേതികത്വത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മരം മുറിക്കുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രതിരോധിക്കാൻ ആളുകളുണ്ടാവും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതാണ്. സർക്കാരിന് എന്തായാലും ഞങ്ങളൊരു നിവേദനം മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും തദ്ദേശ മന്ത്രിക്കും ഒക്കെ ഒന്ന് കൊടുക്കാനുള്ള പ്ലാനിലാണ്. കോർപ്പറേഷൻ അടക്കമുള്ളവർ, ഇത് എല്ലാവരും കൂട്ടായ ഒരു ഇടപെടലാണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അടിയന്തരമായി തന്നെ ഞങ്ങൾ അവരെ കണ്ട ആ നിവേദനം സമർപ്പിക്കും. കാരണം ഇത് ഈ മേഖലയിൽ മൊത്തം പ്രശ്നമാണ്. നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം, ഇത് എപ്പോൾ വേണമെങ്കിലും താഴെ വന്ന് വീഴാൻ സാധ്യതയുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസ് ക്ലബിൻ്റെ അടുത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു മരം, ഇതും ഇപ്പോൾ അപകട ഭീതിയാണ്. ഇതിൻ്റെ വലിയ രീതിയിലുള്ള വേരുകളൊന്നും തന്നെ ഇല്ല. അത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, മഴയല്ല, ഒരു ചെറിയൊരു കാറ്റ് വീശി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം തന്നെ ഒടിഞ്ഞ് യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴാം, മരണം സംഭവിക്കാം, ഗുരുതരമായി പരിക്കേൽക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഈ പ്രസ് ക്ലബിൻ്റെ ഏകദേശം ചുറ്റളവ് നോക്കി കഴിഞ്ഞാൽ, അതായത് ഒരു 360 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള മരങ്ങളെല്ലാം തന്നെ ജീവന് അപകട ഭീഷണിയായും മരണത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന മരങ്ങൾ ഇങ്ങനെ നിൽക്കുക. അതായത് കാലിൻ്റെ രൂപത്തിൽ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.